അറിയോ? എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞം 5-ാം അധ്യായം സന്യാസ യോഗത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സന്യാസി, ഗീത പറയുന്ന സന്യാസി ജ്ഞാനത്തെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണ്. അതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു, വസ്ത്രവുമായി, പേരുമായി, എന്തെങ്കിലും സന്യാസത്തിൻ്റെ അടയാളങ്ങളുമായി, ബാഹ്യമായ ഒരടയാളങ്ങളുമായി ഒരു ബന്ധവുമില്ല. ആ സന്യാസി എന്തു ചെയ്യുന്നു? ആ സന്യാസിയെ യോഗിയെന്നും സ്ഥിതപ്രജ്ഞനെന്നും പല പേരുകളിൽ ഭഗവാൻ പറയുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? നൈവ കിഞ്ചിത് കറോമീതി യുക്തോ മന്യേത തത്വവിത്. ആ സന്യാസിയുടെ പേരെന്നെയാണ് തത്വവിത്. തത്വത്തെ ഗ്രഹിച്ചിട്ടുള്ള അയാൾ പശ്യൻ, ശൃണ്വൻ, സ്പൃശൻ, ജിഗ്രൻ, അശ്നൻ, ഗച്ഛൻ, സ്വപൻ, ശ്വസൻ, പ്രളപൻ, വിസർജൻ, ഗൃണ്ണൻ, ഉന്മിഷൻ, നിമിഷൻ അപി. എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളും കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു, ഘ്രാണിക്കുന്നു, നടക്കുന്നു, ഉറങ്ങുന്നു, വിസർജനാദി പ്രക്രിയകൾ നടത്തുന്നു, ഭക്ഷണം കഴിക്കുന്നു. എന്താ ആളുടെ വ്യത്യാസം? ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, അങ്ങനെ ഒരു ചിന്ത ഇല്ല എന്ന് പറയാം. അതെല്ലാം അതിൻ്റെ സ്വാഭാവിക പ്രക്രിയയാണ്. ഞാനിത് ചെയ്യുന്നു എന്നതില്ല. അങ്ങനെ ആ കർത്തൃത്വത്തെ ആരൊഴിഞ്ഞിട്ടുണ്ട്? ആ ഒഴിഞ്ഞവനാണിത്. തുടർന്ന് ഭഗവാൻ അങ്ങനെ ഒരു സന്യാസിയുടെ ജീവിതത്തിൻ്റെ, ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്നതിൻ്റെ ഉദാത്തമായ ഒരു അടയാളം ഭഗവാൻ ഇവിടെ കാണിക്കുകയാണ്. ഈ അടയാളം ലോകോത്തരമായിട്ടുള്ളൊരു അടയാളമാണ്. പല മതങ്ങളിലും ഈ അടയാളം വളരെ വിശേഷപ്പെട്ടതാണ്. നോക്കാം എന്താണ് ഭഗവാൻ പറയുന്ന അടയാളമെന്ന്. 10-ാമത്തെ ശ്ലോകത്തിൽ, 5-ാം അധ്യായം 10-ാമത്തെ ശ്ലോകം. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേ ന സ പാപേന പത്മപത്രമിവാംഭസ. പത്മപത്രം ഇവ അംഭസ. എന്താണ്? ബ്രഹ്മണി ആദായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ. യഃ എപ്പോഴും പറയുന്നു ദ യൂണിവേഴ്സൽ പ്രൊനൗൺ. യഹ, സഹ, തൗ, തേ അല്ല. ഇന്നവൻ എന്നില്ല. ഇന്ന ജാതിക്കാരൻ, ഇന്ന മതക്കാരൻ, സ്ത്രീ, പുരുഷൻ. യഹ, യാതൊരുവൻ, ആരോ ആവട്ടെ. അവൻ്റെ പ്രായമോ, അവൻ്റെ ജാതിയോ, അവൻ്റെ എന്താ പറയുക, നീളവും വീതിയോ, അവൻ്റെ മാസശമ്പളമോ, അവൻ്റെ രാഷ്ട്രീയമോ ഒന്നും പരിഗണനാ വിഷയമല്ല. യഹ, യാതൊരുവൻ. കർമാണി, കർമ്മങ്ങളെ, ബ്രഹ്മണി ആദായ, ബ്രഹ്മത്തിൽ സമർപ്പിച്ച്. എങ്ങനെ കർമ്മത്തെ ബ്രഹ്മത്തിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്നതിനെ ഉപേക്ഷിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ? കർമ്മം മാത്രമാണുള്ളത്. പിന്നെ അവിടെ കർത്താവ് ഞാൻ എന്നതില്ല. രമണ മഹർഷി ഉപദേശസാരത്തിൽ തുടക്കത്തിൽ തന്നെ പറയുന്നത് അതാ. കർത്തുരാജ്ഞയാ പ്രാപ്യതേ ഫലം കർമ്മ കിം പരം തജ്ജഡം കൃതിമഹോദതൗ പതനകാരണം ഫലമശാശ്വതം ഗതി നിരോധകം. അതുകൊണ്ട് എന്തു വേണം? ഈശ്വരാർപ്പിതം ന ഇച്ഛയാകൃതം, അത് ചിത്തശോധകം മുക്തിസാധകം. അപ്പോൾ ബ്രഹ്മണി ആദായ, അതായത് ഫാന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ബൾബ് മനസ്സിലാക്കുന്നു, ഈ വൈദ്യുത ഉപകരണങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ മിടുക്കല്ല ഈ കാറ്റും വെളിച്ചവും പ്രകാശവും ഒക്കെ ഉണ്ടായത്, ശബ്ദമൊക്കെ ഉണ്ടായത്. അതിൻ്റെ പിറകിൽ ഇലക്ട്രിസിറ്റിയാണ് എന്ന്. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ അനുഗ്രഹം കൊണ്ട് ഇത് പ്രകാശിക്കുന്നു.
എന്നൊരു വൈദ്യുത ഉപകരണം അറിഞ്ഞു കഴിഞ്ഞാൽ ആ വൈദ്യുത ഉപകരണം ബ്രഹ്മണി ആദായ അതിൽ സമർപ്പിച്ചു. ഇത് തന്നെയല്ലേ നമ്മുടെ കാര്യത്തിലും. നമ്മൾ ഈ എടുക്കുകയും കൊടുക്കുകയും നടക്കുകയും പിടിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വൈദ്യുത ഉപകരണങ്ങളെ പ്രവർത്തിപ്പിക്കാൻ ഒരു ഇലക്ട്രിസിറ്റി ഉള്ളതുപോലെ നമ്മളെ ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ഒരു ഊർജമുണ്ട്, ജീവചൈതന്യം. ആ ജീവനെ പോലും നിലനിർത്തുന്ന തത്വമാണ് ആത്മാ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അനുഗ്രഹത്തിൽ, അതിൻ്റെ സാന്നിധ്യത്തിൽ ഇതൊക്കെ നടക്കുന്നു. അല്ലെങ്കിലോ ഇതൊന്നും നടക്കില്ല. അപ്പം അതറിഞ്ഞ ഒരാൾ മുൻ അധ്യായത്തിൽ കർത്തൃത്വത്തെ വെടിയേണ്ടുന്ന സമയത്തൊരു കഥ പറഞ്ഞത് ചിന്മയാൻ സ്വാമികൾ പറഞ്ഞ കഥ ഓർമ്മ ഉണ്ടാവുമെന്ന് തോന്നുന്നു. സാമ്പാർ ഉണ്ടാക്കിയത് ആരാണ് എന്ന് ചോദിച്ചപ്പം അതിലെ തവി പറഞ്ഞത് ഞാനാണ് സാറേ എന്ന് പറഞ്ഞത്. അപ്പം തവിയോട് നമ്മൾ പറയാടാ, നീ എൻ്റെ കയ്യിലെ നിമിത്തം മാത്രമായിരുന്നു, ഞാനാണ് നിന്നെ ഇളക്കിയത്. അപ്പം തവി നമ്മൾ ഉപദേശിക്കും, ഇത് ഞാൻ പറയുന്നത് പോലെ നിങ്ങളും പറയുന്നത്. അപ്പം ആ അറിവ്, തിരിച്ചറിവ് ആർക്കാണോ പൂർണ്ണമായിട്ടുള്ളത്, ആ ബോധ്യം, നമ്മൾ ഈ നമസ്തേ പറയുന്നത് ആർക്കാണ്? അതിനാണ്. നമഃ തേ, അതിനാണ്. ഈ ശരീരത്തിനല്ല, നമ്മുടെ സംസ്കാരത്തിൽ. അതിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. അതിനെയാണ് എല്ലാവരും, അതാണ് ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പം അതിൽ സമർപ്പിച്ച് ബ്രഹ്മണി ആദായ സംഘം ത്യക്ത്വ, പൂർണ്ണമായി സംഘത്തെ ത്യജിച്ച്, ഞാനെന്നും എൻ്റേതെന്നും ഇല്ല, പിന്നെ അവിടെ ഇല്ല, അതിനെ ഉപേക്ഷിച്ച്, കരോതി, ആരാണ് കർമ്മം ചെയ്യുന്നത്? സഹ, അവൻ, അംബസ, അംബസ എന്ന് പറഞ്ഞാൽ ജലത്തിൽ, പത്മപത്രം, താമരയില്ല എന്ന പോലെ, പാപേന നലിപ്യതേ, പാപത്താൽ ബന്ധിക്കപ്പെടുന്നില്ല. താമരയാണ് ഭഗവാൻ ഇവിടെ കാണിക്കുന്ന ഏറ്റവും ഉദാത്തമായ ഒരു സിമ്പൽ. ഒരു താമര പോലെയായി തീരുക. താമര നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, ചൈനീസ് അതിൽ, താവോയിസത്തിൽ, അതുപോലെ ബുദ്ധമതത്തിൽ, ബുദ്ധൻ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ചു. ഇപ്പം ബുദ്ധമതം നമ്മൾ പറയുമ്പം, ഹിന്ദുമതത്തെക്കുറിച്ച് പറയുമ്പോൾ മതങ്ങളുടെ മുഴുവൻ മാതാവ് എന്ന നിലയിൽ, ഹിന്ദു മതം എന്നുള്ള നിലയിലല്ല അതിനെ അന്ന് കണ്ടിട്ടുള്ളത്. അതൊക്കെ പിന്നീട് വന്നിട്ടുള്ള പേരാണ്. അങ്ങനെ ഒരു സംസ്കാരത്തിൽ പിന്നീട് വന്നിട്ടുള്ള ഇതരങ്ങളായിട്ടുള്ള പല സംസ്കാരങ്ങളിലും എന്തുണ്ട്? താമര വിശേഷപ്പെട്ട ഒരു അടയാളമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ, എല്ലാ മതങ്ങളിലും, പല മതങ്ങളിലും കാണാം ഇത്. എന്താണ് ഇതിൻ്റെ ഒരു സിംബോളിസം? അതായത് എങ്ങനെ നിലനിൽക്കണം എന്നുള്ളതാണ്. ഇപ്പം താമരയുടെ ഉത്ഭവം പറയുകയാണെങ്കിൽ, മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ഈ സൃഷ്ടി, ആദ്യത്തെ സൃഷ്ടി എന്ന് വേണമെങ്കിൽ പറയാവുന്നത് അങ്ങനെയാണ്. നാഭിയിൽ നിന്നാണ് താമര ഉണ്ടാവുന്നത്. ആ താമരയിലാണ് സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവ് നിലകൊണ്ടത്. പിന്നെ സകല ദേവീദേവന്മാർ, സരസ്വതി, മഹാലക്ഷ്മി, ഇവരെല്ലാം ഇരിക്കുന്നത് എന്തിലാണ്? താമരയിലാണ്. എന്താണ് താമര നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്? താമര മുന്നിലേക്ക് വയ്ക്കുന്നത് ഒരു ആത്മീയ ജീവിത ചര്യയെയാണ് അത് നമ്മുടെ മുമ്പാകെ വയ്ക്കുന്നത്.
എന്താണ് അതിലെ ആത്മീയ ജീവിതചര്യയെ? ഇപ്പോൾ ശങ്കര ഭഗവത്പാദർ ഇതേപോലെ ഭജഗോവിന്ദത്തിൽ ഉദാഹരിക്കുന്നുണ്ട്. നളിനീ ദളഗത ജലമതി തരളം തദ്വജ്ജീവിതം അതിശയ ചപലം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. ഈ ലോകത്തിൻ്റെ പ്രതീകമാണ് ജലം. അതിലും ഏറ്റവും ആ ജലത്തിലെ നമുക്ക് തോന്നുന്ന ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മണമുള്ള ഒന്ന്, ഏറ്റവും ദുർഗന്ധം വമിക്കുന്നത് ചളിയായിരിക്കും. പണ്ടൊക്കെ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മീൻ പിടിക്കാൻ പോകാറുണ്ട്. അതിപ്പോൾ കുളത്തിലും പുഴയിലും ഒക്കെ ആണെങ്കിൽ ഈ വേനൽ ആയി കഴിഞ്ഞാൽ ഈ മാർച്ചിലാണല്ലോ സ്കൂൾ അടയ്ക്കുക. അപ്പോൾ ഈ ചളിയിലൊക്കെ ഇറങ്ങി മീനിനെ പിടിക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, മണം പിന്നെ ഒരു 2 ആഴ്ചയ്ക്ക് ഉണ്ടാവും. അങ്ങനെ തന്നെ ഉണ്ടാവും ആ ചളിയുടെ മണം. എത്ര സോപ്പിട്ട് കഴുകിയാലും പോകാത്തൊരു മണമാണ് ചളിയുടേത്. അതങ്ങനെയുള്ള ചളിയുണ്ട്, സാധാരണ മണ്ണിൻ്റെ അല്ല. അതങ്ങനെ ഈ കുളമൊക്കെ തീരെ വെള്ളം വറ്റി നിൽക്കുന്ന സമയത്തുള്ള ചളി ഏറ്റവും ദുർഗന്ധമുള്ളതാണ് ചളി. അപ്പോൾ അതിലാണ് വേരുകൾ താഴ്ത്തിയിരിക്കുന്നത്, അതിലാണ് റൂട്ട്. എന്തിൻ്റെ? താമരയുടെ. ഈ താമരപ്പൂവിൻ്റെ ഗന്ധം അത് നമ്മൾ ശരിക്കും ആസ്വദിക്കണമെങ്കിൽ കാശ്മീർ തടാകത്തിൽ പോകണം. ഭയങ്കരമാണ്. ആ കാശ്മീർ തടാകത്തിൽ പോയിട്ട് നിങ്ങൾ ആ സീസണിൽ നല്ല സമയമുണ്ട്, അവർ നമ്മളെ കൊണ്ടുപോകും തോണിയിൽ. അതിങ്ങനെ അല്ലാത്തൊരു റൗണ്ട് അടിയൊക്കെ ഉണ്ട്. അല്ലാതെ നമുക്ക് കുറച്ചൊരു പരിചയവും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ നമ്മുടെ ഇന്ത്യയിലെ ഏതോ ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു വലിയ ബംഗ്ലാവൊക്കെ ഉണ്ട് അവിടെ, പഴയ ആളുടെ. അവിടെ ഈ താമരയുടെ വലിയ കേന്ദ്രമുണ്ട്. അതിനടുത്ത് ഈ കാപ്പിക്കട പോലെയുള്ള ഇതുണ്ടല്ലോ, കവ കിട്ടും. കവ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ചായയാണോ എന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ നമ്മൾ കുടിക്കുക ചായ കാപ്പി എന്നൊക്കെയാണല്ലോ പറയുക. ചായയല്ല, എന്നാൽ അതിൽ തേയിലയുടെ അംശമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഉണ്ട്. ഈ ബദാമൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ബദാമുണ്ട്, കുങ്കുമമുണ്ട്, അങ്ങനെ പലതും ഇട്ടിട്ടുണ്ട്. അതാണ് അവർ നമുക്ക് കവ കുടിക്കാൻ തരും. വെറുതെ അല്ല, കാശ് കൊടുക്കണം. അങ്ങനെ കവയും കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഈ മണം ശരിക്കും ഇങ്ങനെ വരും. നമ്മൾ ഈ മാർക്കറ്റിൽ നിങ്ങൾ ഈ പൂക്കടയിൽ കിട്ടിയിട്ട് താമര മണത്ത് നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല. താമരയൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മണം പോകും. ഏതോ ഒരു കമ്പനി താമരയുടെ ഫ്രാഗ്രൻസിൽ ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ തന്നെ. കൃത്യമാണത്. ആ ഒരു അതിഗംഭീരമായ മണമാണ്, സുഗന്ധമാണ്, സ്പിരിച്വൽ ഫ്രാഗ്രൻസ് ആണ്. പക്ഷേ അതിൽ ചളിയുടേതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വേരുറപ്പിച്ചിരിക്കുന്നത് അതിലാണ്. സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്, നേരത്തെ ഭഗവാൻ പറഞ്ഞതുപോലെ, നമ്മൾ എവിടെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്, ചുറ്റുപാട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെയല്ല. നമ്മുടെ പുറത്തുകൂടെ കരചരണങ്ങളിലൂടെ വരുന്നത് ഏറ്റവും നല്ലതായിരിക്കണം. താമര, ഇവിടെ ഭഗവാൻ പറയുന്നു താമരയുടെ ഇല, അവിടെ ശങ്കര ഭഗവത്പാദർ പറയുന്നത് താമരയുടെ ഇതളിൽ നളിനീ ദളഗത ജലം അതിതരളം തദ്വജ്ജീവിതം.
അതിൽ ഒരു തുള്ളി വെള്ളം പോലെയാണ് ജീവിതം എന്നാ. പക്ഷെ അതിൽ രണ്ട് വായനയുണ്ട്. ജീവിതം അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ആയുസ് കണക്കാക്കി കഴിഞ്ഞാൽ ആ തുള്ളി വെള്ളത്തിനതുപോലെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എപ്പോൾ വേണമെങ്കിലും താഴേക്ക് വീഴാം. പക്ഷെ അതിൽ ഇരിക്കുന്ന ആ കാലയളവുണ്ടല്ലോ, അത് ഒന്നിനാലും സ്പർശിക്കാത്തതാണ്. താമരപ്പൂവിനാണെങ്കിലും അതെ, ജലം കൊണ്ട് അത് കുതിർക്കപ്പെടുന്നില്ല. ഇതുപോലെ ഈ സമൂഹത്തിൽ നമുക്ക് നിലയുറപ്പിച്ച് ഒരു താമര കണക്കെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോയെന്നാണ്. അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു സിമ്പലാണ്. അതുകൊണ്ട് ഈ സിമ്പലിനെ നമുക്ക് ബുദ്ധമതത്തിൽ കാണാം. ബുദ്ധമതത്തിൽ ഏറ്റവും ശക്തമായ ഒരു സിമ്പലാണ്. ഇത് പിടിച്ചുകൊണ്ടാണ് ബുദ്ധൻ വന്ന് മൗനമാകുന്ന വ്യാഖ്യാനത്തിലൂടെ ശിഷ്യന്മാരുമായിട്ട് സംവദിക്കുന്നത്. പിന്നീടുള്ളവർ അതിന് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. താമരയ്ക്ക് ജൈനമതത്തിൽ, എല്ലാറ്റിലും, സരതുഷ്ട്ര മതത്തിൽ, താമരയുടെ, നമ്മുടെ ഏറ്റവും പുതിയ മതമെന്ന് പറയുന്ന ബഹായി, അതിൽ താമരയാണ്. നമ്മുടെ അറിയാലോ, ഡൽഹിയിൽ ലോട്ടസ് ടെമ്പിൾ എന്നാണ്. എല്ലായിടത്തും അവർക്ക് 9 ഇതളുകളുണ്ട്. അതെല്ലായിടത്തും ഉണ്ട്. അവിടെയൊക്കെ ഓരോ താമരക്കുളങ്ങളുണ്ട്, ഫൗണ്ടൻ വെച്ചിട്ട്. എല്ലാവരും ഈ താമരയെ അവരുടെ ഒരു സ്പിരിച്വൽ സിമ്പലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഭഗവാനും എന്താണ്, താമരയില എങ്ങനെയാണോ, താമരയിലയിൽ ഒരു തുള്ളി ജലം അതിൽ കുതിർക്കാതിരിക്കുന്നത് എങ്ങനെയാണ്, പത്മപത്രം ഇവ അംബസ, അതുപോലെ പാപേന ന ലിപ്യതേ, ജലം എങ്ങനെ താമര ഇതളിനെ കുതിർക്കുന്നില്ലയോ, താമര ഇലയെ കുതിർക്കുന്നില്ലയോ. ഇപ്പം ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം ഇതുപോലെ തന്നെയാണ്. സമാനമായ മറ്റു ചില ഇലകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ 2 ഇലകൾക്കും, ചേമ്പിനും താമരയ്ക്കും അങ്ങനെയുള്ള ആ ഫാമിലിയിൽ പെടുന്നവർക്കൊക്കെ ഈ ഒരു പ്രത്യേകതയുണ്ട്. അതൊരു പ്രത്യേക തരത്തിലുള്ള വാക്സിൻ കോട്ട് ചെയ്തതുപോലെയാണ്. നമ്മൾ ഈ വാഹനങ്ങൾക്കൊക്കെ ചെയ്യുന്നത് പോലെ മഴത്തുള്ളിയൊക്കെ വീണ് കഴിഞ്ഞാൽ അങ്ങനെ ഉരുണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വാഹനമൊക്കെ ഇങ്ങനെ ഓരോ കോട്ടൊക്കെ അടിച്ചു വിടും. പക്ഷെ നമുക്കും ഇങ്ങനെ ഒരു കോട്ട് വേണമെന്ന് പറയാം. അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടെഫ്ലോൺ കോട്ടാണ്. ഈ ടെഫ്ലോൺ കോട്ട് വളരെ പ്രസിദ്ധമാണല്ലോ. നമുക്ക് ഈ അല്ലെങ്കിൽ എന്താ പറയുക, ദോശ അടി പിടിച്ചു പോണു, അങ്ങനെയൊക്കെയുള്ള വലിയ പരാതിയുള്ള ആൾക്കാരല്ലേ. അങ്ങനെയാണല്ലോ നമ്മൾ ഈ നോൺ സ്റ്റിക്ക് മേടിക്കുന്നത്. നോൺ സ്റ്റിക്കിന് ഇത്ര പ്രചാരം എന്താണ് ഉണ്ടായത് ആലോചിക്കൂ. എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട, അത് പിടിച്ചിട്ടിങ്ങനെ പിന്നെ ആ പാത്രം കഴുകാനുണ്ടല്ലോ, മരണപ്പണിയാണ്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആയതോടുകൂടി ആ പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ നോൺ സ്റ്റിക്കാണ്. വാഹനം ഇതേപോലെ തന്നെ അഴുക്കൊന്നും പറ്റിപ്പിടിക്കാത്ത വിധത്തിൽ നമ്മൾ ടെഫ്ലോൺ കോട്ടും സിറാമിക് കോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ ചെയ്തിട്ടുണ്ടോ? അതാണ് ചോദ്യം. നമ്മളെങ്ങനെ കോട്ട് ചെയ്യണ്ടേ? വേണം. നമുക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ അടുക്കള പാത്രങ്ങളൊക്കെ നോൺ സ്റ്റിക്കാണ്. എന്തിന് നിങ്ങളതിനെ നോൺ സ്റ്റിക്ക് ഉപകരണങ്ങളൊക്കെ നിങ്ങൾ മേടിച്ചു? എന്തിന് നിങ്ങളുടെ വാഹനം ഇങ്ങനെ ചെയ്തു, ടെഫ്ലോൺ കോട്ട് ചെയ്തു, സിറാമിക് ചെയ്തു? അപ്പോൾ നിങ്ങൾ അതിനൊക്കെ ബെനിഫിറ്റ് ഉണ്ട്.
അത് ചെയ്താൽ ഇങ്ങനെയാണ്. എത്രയോ മുമ്പ് ഭഗവാൻ നമുക്കൊരു നല്ല സിറാമിക് ടെഫ്ലോൺ കോട്ടിങ് പറഞ്ഞിരിക്കുക. അങ്ങനെ ഒരു ടെഫ്ലോൺ കോട്ടിങ് ലൈഫിനെ കാണിച്ചു തരിക. അങ്ങനെയാണ് താമര. നമ്മളിവിടെ പറയുന്ന താമര നിങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു. അല്ലെങ്കിൽ പണ്ടൊരു താമര പാർട്ടിയെക്കുറിച്ച് പറഞ്ഞ ഒരു കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. വിവാഹാലോചനയായിട്ട് പോയിട്ട് ആളെങ്ങനെയെന്ന് വെച്ചപ്പോൾ അവനൊരു താമര പാർട്ടിയാണെന്ന് പറഞ്ഞു. കേട്ടവർ തെറ്റിദ്ധരിച്ച് വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞു. പിന്നെയാണ് അറിയുന്നത് മുഴുക്കുടിയനാണെന്ന്. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, ഞാനതാണ് കോഡ് ഭാഷയിൽ പറഞ്ഞതാണ്. താമര വെള്ളത്തിലാണല്ലോ, ഇവനും ഏതുനേരം വെള്ളത്തിലാന്ന് പറയും. അപ്പം ഈ താമര നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പം നമുക്കിങ്ങനെ ഒരു കോട്ടിങ് ആവശ്യമുണ്ട്. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് ചെറിയ പോറലും ഈ അഴുക്കും പൊടിയൊന്നും പെട്ടെന്ന് വരാതിരിക്കാൻ നിങ്ങൾ ചുടുന്ന ദോശ കരിഞ്ഞ് പിടിച്ച് നിങ്ങളുടെ മാവ് കുറച്ച് കുഴപ്പത്തിലാണെങ്കിലും ദോശ കരിയാതെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് പോലെ നമുക്കും പലയിടത്തും ഈ കരിഞ്ഞ പോലെ ഒട്ടിപ്പിടിക്കും. അതൊന്നും പിന്നെ കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിടിച്ചു കഴിഞ്ഞാൽ. ചിലതൊക്കെ മരിച്ചാലും പോവാത്ത ചില സംഗതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ശരിയാവാൻ ഇതൊരു ഉഗ്രൻ കോട്ടിങ്ങാണ്. എന്താണ് ഈ കോട്ടിങ്? ഭഗവത്ഗീത. ഭഗവത്ഗീത നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ കണ്ണിന് ഒരു 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 ലെയർ അടിച്ചു തരും, കാതിനൊരു ലെയർ അടിച്ചു തരും. ഇങ്ങനെ നമ്മുടെ സെൻസസിനൊക്കെ തന്നെ ഗീതയുടെ ഒരു ലെയറും അത് പ്രൊട്ടക്ഷനും കൂടിയാണ്. അപ്പം അങ്ങനെയുണ്ടല്ലോ, പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഓരോന്നൊക്കെ ചെയ്യും. വാക്സിനേഷൻ എടുക്കുന്നതൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇതൊരു വാക്സിനേഷനാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വാക്സിനേഷനാണ്. അല്ലാതെ നിങ്ങൾ ഈ അന്തവും കുന്തവും ഇല്ലാത്ത ഓരോ ആർക്ക് വേണോ ഇതൊക്കെ? ആരിതൊക്കെ ബോധർ ചെയ്യുന്നു? നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾ എന്താ പറയുക, കാണിക്കിട്ടു, അതുകൊണ്ട് കിട്ടുന്ന അതൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തെ ആനന്ദപൂർണ്ണമാക്കുന്നത്. നിങ്ങളിടുന്ന കാണിക്കയുടെ ബലത്തിലോ നിങ്ങൾ ചെയ്യുന്ന പൂജകളിലോ ഒന്നുമല്ല. നിങ്ങളുടെ ഒരു നിരീക്ഷണമുണ്ട്, നിങ്ങളുടെ പ്രവൃത്തികളുണ്ട്, നിങ്ങളുടെ പെരുമാറ്റമുണ്ട്, നിങ്ങളുടെ വാക്കുകളുണ്ട്. ഭർതൃഹരി പറയും, ഈ പല്ല് നാവിനോട് ഇങ്ങനെ കേണ അപേക്ഷിക്കും അത്ര, പ്രാർത്ഥിക്കുന്നു. ആ ശ്ലോകം ഓർമ്മ വരുന്നില്ല. എൻ്റെ നാവേ, നീ ഒന്ന് അടങ്ങിയിരിക്കുക. നീ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോഴേ എനിക്ക് പേടിയാവുന്നു. കാരണം ആളുകൾ എന്നെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. കാരണം ഇവന് ഓരോന്ന് പറയേ, നാവാണല്ലോ പറയുന്നത്. അപ്പം കേൾക്കുന്ന മറ്റവനെന്താ പറയുന്നതെന്നറിയോ? അടിച്ച് നിൻ്റെ പല്ല് ഞാൻ കൊഴിക്കുന്ന. പല്ലിന് പേടിയാവുക. ഇവൻ കാരണം എൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണെന്നാണ്. ഇതെല്ലാം അപ്പോൾ പല്ലിങ്ങനെ പറയുമ്പം തല പറഞ്ഞു, എടോ എൻ്റെയും കാര്യം എങ്ങനെയാണ്? കഴിഞ്ഞ ആഴ്ച ഞാൻ കേട്ടു ഇവൻ എന്തോ പറഞ്ഞു. മറ്റവൻ പറയാ, നിന്റെ തലവണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കുന്നു. കാല് പറയാ, നിങ്ങളൊക്കെ പറയുന്നത് ശരിയാ. ഇവൻ ഇന്നലെ ഒരുത്തനോട് ഇവൻ എന്തോ പറഞ്ഞപ്പോൾ അവനും ഇതേപോലെ നിന്റെ കാല് ഞാൻ അടിച്ചു ഓടിക്കുമെന്ന് പറഞ്ഞു. മുട്ടും പറഞ്ഞു, നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കുന്ന പറഞ്ഞു. ഇവൻ്റെ കുട്ടികളും പറയുന്നു, ചെവി പൊന്നീച്ച പാറും. ഇവൻ ചുരുക്കി പറഞ്ഞ നാവ് ഭയങ്കര കുഴപ്പക്കാരനാണ്. ഈ അവയവങ്ങളുടെയൊക്കെ ശരിയായ വിധത്തിലുള്ള നിലനിൽപ്പ് ഇവനെ ആശ്രയിച്ചിട്ടാണ്. ഇവൻ ഇപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇവർമാർക്കൊക്കെ കിട്ടുവട്ടി. ഇപ്പോൾ ഒരു കോട്ടിങ് വേണ്ടേ, ഒരു വാക്സിനേഷൻ വേണ്ടേ എന്ന് ചോദിച്ചാൽ വേണം. നമ്മളെ ഒരു മൊത്തത്തിലൊരു നോൺ സ്റ്റിക്ക് ആക്കണം. ഒട്ടലില്ലാത്തവർ. ഈ ഒട്ടലില്ലായ്മയ്ക്കാണ് സന്യാസം എന്ന് പറയുന്നത്. അതിനെയാണ് ഈ സിംബോളിക്കായിട്ട് ശങ്കരാചാര്യർ ഈ മുതല പിടിക്കുന്ന സമയത്ത് ഞാൻ സന്യസിച്ചോട്ടെ എന്ന് അമ്മയോട് ചോദിച്ചു. അപ്പോൾ ഇവനെ ഏതായാലും മുതല പിടിക്കുകയാണല്ലോ, എന്നാൽ പിന്നെ ശരി സന്യസിക്കുന്നതായി. ഈ കഥയുടെ ലോജിക്കെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? വിദ്യാരണ്യ സ്വാമികൾ ഇത് കൃത്യമായിട്ടാണ് എഴുതിയിട്ടുള്ളത്.
ഭാഗവതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ആചാര്യനാണ് അദ്ദേഹം. ഭാഗവതത്തിൽ മുതലയുടെ പേര് പറയുന്നുണ്ട്, കർമ്മഗ്രാഹ ഗൃഹീതാംഗം എന്നാണ്. കർമ്മമാകുന്ന മുതല. എങ്ങനെയുള്ള കർമ്മം? ഞാൻ എൻ്റേത് എന്നുള്ള കർമ്മം. അതിൽ നിന്ന് വിടിവിക്കണം. അതാണ് കാലങ്ങളായിട്ട് ഗജേന്ദ്രനുമായിട്ട് മൽപ്പിടുത്തം ഉണ്ടായത്. ഒരു ദിവസമാണോ? അല്ല, വർഷങ്ങൾ. നമ്മൾ ഈ ഈ മുതല പിടിച്ചിരിക്കുകയാണ്. നമ്മളെ ഈ മുതലപിടുത്തത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണ്ടേ? കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ഈ സമുദ്രത്തിൽ നിന്ന് അതിലുള്ള മുതലയും കൂടെ എന്നെ കടിച്ചു പിടിച്ചിരിക്കുക, വിടുവിക്കണം. ഹാ ഹാ ഹൂ ഹൂ എന്നാണ് മുതലയുടെ പേര്. അതന്നെ നമ്മൾ ഈ കർമ്മം കൊണ്ട് മുഷിയുമ്പം ഹാ ഹോ ഹോ ഓരോ ദിവസവും വരുമ്പം വീട്ടിലേക്ക് ഹൗ ഹോ വയ്യ എന്നെ കൊണ്ട്. അതെ, മുതലയുടെ പേരതാണ്, ഹാ ഹാ ഹൂ ഹൂ ആണ്. അപ്പം ഇങ്ങനെ നമ്മളെ ഒന്ന് വാർണിഷ് അടിക്കണമെങ്കിൽ വാർണിഷൊന്നും പോരാ, ഒക്കെ പെട്ടെന്ന് ഇതായിപ്പോവും. ഒന്ന് ഉഷാറാക്കണം. പെട്ടെന്നൊന്നും നമ്മളിൽ ഏശാൻ പാടില്ല ഒന്നും. അതിനെന്ത് വേണം? ഇത് പഠിക്കണം. അപ്പം ഈ ഒരു സിമ്പൽ എന്ത്? പത്മപത്രം ഇവ അംബസ, താമര ഇതളിലെ വെള്ളത്തുള്ളി പോലെ നമ്മളെ സ്പർശിക്കാതിരിക്കണമെങ്കിൽ എന്നിലെ ഈ കർമ്മങ്ങൾക്ക് മുഴുവൻ കാരണമായിട്ടുള്ളത് എന്താണ്? നമ്മൾ ഈ എടുക്കുക, കൊടുക്കുക, പിടിക്കുക, നടക്കുക എന്നുള്ളതൊക്കെ മാറ്റി നിർത്തി നമ്മൾ രാത്രി ഭക്ഷണവും കഴിച്ച് ഉറങ്ങുന്ന സമയത്ത് ഈ ശ്വസന പ്രക്രിയ കൃത്യമായി നടക്കുന്നുണ്ട്. നമ്മൾ ബോധപൂർവമാണോ ശ്വസിക്കുന്നത്? അല്ല. ബോധപൂർവമാണ് നമ്മൾ ശ്വസിക്കുന്നത് എങ്കിൽ ശ്വസിക്കാൻ മറന്നുപോയി മരിച്ചവരായിരിക്കും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ. നമ്മളെല്ലാം ആ പണി ഏൽപ്പിച്ചത്. കഴിച്ച ആഹാരം ദഹിപ്പിക്കുന്നത് ആരാ? നമ്മളാണോ? ബോധപൂർവമാണോ? ഇത്ര കൃത്യമായിട്ടത് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അവിടെ കാര്യങ്ങളിലേക്ക് ചെയ്യുന്നില്ലേ? വൈറ്റമിൻ ഇന്ന ആളുകൾക്ക് കൊടുത്തു, വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇന്നെടുത്ത് ഡെപ്പോസിറ്റ് ചെയ്തു, വേണ്ടതൊക്കെ പ്രത്യേകം എടുത്തു, പലതരത്തിലുള്ള ഫിൽട്രേഷൻ നടക്കുന്നു, പമ്പിങ്. ഈ മുകളിൽ വരെയൊക്കെ ഇത് എത്തണ്ടേ? അപ്പോൾ അതിലൊരു പമ്പിങ് സംവിധാനമുണ്ട്. വൃക്ഷങ്ങൾ എത്ര ഉയരത്തിലുള്ള വൃക്ഷങ്ങളാണ്, അതിൻ്റെയൊക്കെ ഏറ്റവും മുകളിലെ തളിരിലയിൽ വരെ ജലാംശം എത്തിക്കുന്ന സംവിധാനമില്ലേ? ഇതൊരു ഹൈറ്റിലാണ് ഈ ഏത് പോയിന്റിലേക്ക് വരെ എത്തിക്കാൻ പാകത്തിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും. അത് ഓർത്തു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് ചിന്ത ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയാണ് നമ്മുടെ ഈ കർമ്മങ്ങളിൽ അഭിമാനം ഉണ്ടാവുന്നത്, അഹങ്കാരം ഉണ്ടാവുന്നത്? അങ്ങനെ ആ അറിവ് നേടലാണ് ഈ ഒട്ടലില്ലായ്മ എന്ന് പറയുന്നത്. താമര ഇതളിലെ വെള്ളത്തുള്ളി പോലെ. പിന്നെ അവനെ എന്തിൽ? കർമ്മത്തിൻ്റെ ദോഷങ്ങൾ അവനിൽ വന്നു ചേരുന്നില്ല. പറഞ്ഞ ഭഗവാൻ തുടർന്ന് പറയുകയാണ്, സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശീ നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശീ നവദ്വാരേ പുരേ ദേഹി നൈവ കുർവൻ ന കാരയൻ. ഇതും ഇതുപോലെ ഒരു മനോഹരമായ മറ്റൊരു ദൃഷ്ടാന്തം. എങ്ങനെയാണോ താമരയെ
നമ്മുടെ മുന്നിലേക്ക് വെച്ചത് അതുപോലെ പറയുന്നു. സർവകർമാണി മനസാ സന്യസ്യ ആസ്തേ സുഖം വശീ. വശീകരണ വിദ്യ സ്വായത്തമാക്കിയവൻ. വശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്തിയവൻ, സ്വാമി. അവനാണ് സ്വാമി. ആരുടെ സ്വാമി? അവനവൻ്റെ സ്വാമി. ആ വശി ദേഹി സർവകർമാണി മനസാ സംയമ്യ. ആ വശിയായിട്ടുള്ള മനുഷ്യൻ സർവകർമാണി എല്ലാ കർമ്മങ്ങളെയും മനസ്സുകൊണ്ട് സന്യസ്യ പരിത്യജിച്ചിട്ട്. മനസ്സുകൊണ്ട് എന്തിനെ? അതിനെ ഉപേക്ഷിച്ചിട്ട് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം. ഞാനാണ്, അഹം കർത്ത അഹം ഭോക്ത. അതാണ് അഹങ്കാരം. അഹംകർത്ത അഹം ഭോക്ത ഇതി അഹങ്കാര. ഞാൻ ചെയ്യുന്നവൻ, ഞാൻ അനുഭവിക്കുന്നവൻ. രണ്ട് ഞാനുണ്ട്. അഹങ്കാരിയായ ഒരു ഞാനും അഹംബോധമാകുന്ന ഞാനും. ആ ഞാൻ ശരീരവുമായി പരിമിതമല്ല. അത് ആ ഞാനിനെ പറയുമ്പോൾ പിന്നെ അഹം ബ്രഹ്മാസ്മി പറയുന്നതാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന ഒരാൾ ബ്രഹ്മമാണെന്നും മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും ആണ് എന്നല്ല. അവിടെ അഹം ബ്രഹ്മാസ്മി പറഞ്ഞാൽ പിന്നെ അതിൽ ഉൾപ്പെടാത്തതായിട്ടുള്ള യാതൊന്നുമില്ല. നമ്മൾ മനുഷ്യരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എല്ലാം പെടും. മലയാളി എന്ന് പറയുമ്പോൾ അവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഒരു പ്രദേശമുണ്ട്. ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ ഉണ്ട്, ഏഷ്യക്കാരൻ എന്ന് പറയുമ്പോൾ ഉണ്ട്. മനുഷ്യർ എന്ന് പറയുമ്പോഴോ എല്ലാ ബൗണ്ടറികളും നമ്മൾ കടന്നു. എല്ലാ ജീവജാലങ്ങളും എന്ന് പറയുമ്പോഴേക്കും എല്ലാ വൃക്ഷ സമൂഹങ്ങൾ ഉൾപ്പെടുന്നതിലെല്ലാം പെട്ടു. അപ്പോൾ സർവകർമാണി മനസാ സന്യസ്യ, മനസ്സുകൊണ്ട് സന്യസിച്ച്, നവദ്വാരേ പുരേ, 9 ദ്വാരങ്ങളുള്ള പുരത്തിൽ, ഒരു കൊട്ടാരത്തിൽ 9 ഗോപുര വാതിലുകളുള്ള ഒരു കൊട്ടാരമാണ് നമ്മുടെ ശരീരം. ശ്രീമദ് ഭാഗവതത്തിൽ പുരഞ്ജനോപാഖ്യാനത്തിൽ അതിമനോഹരമായിട്ട് ഈ ഭാഗം പറയും, വിസ്തരിച്ചാ പറയുന്നു. പുരഞ്ജനൻ്റെയും പുരഞ്ജനിയുടെയും കഥ. പുരഞ്ജനൻ, പുരഞ്ജനി. പുരത്തെ ജനിപ്പിക്കുന്നവനാ പുരഞ്ജനൻ. അപ്പം ഏതു പുരമാണ്? മനുഷ്യ ശരീരം. 9 ദ്വാരങ്ങളാൽ 9 ദ്വാരങ്ങളുള്ള ഈ ശരീരത്തിൽ. ഏതൊക്കെയാണ് 9 ദ്വാരങ്ങൾ? നമ്മുടെ ശിരസിൽ തന്നെ ഉണ്ട് 7 ദ്വാരങ്ങൾ, മുഖ്യമായ ദ്വാരങ്ങൾ. പിന്നെ 2 വിസർജനേന്ദ്രിയങ്ങളാകുന്ന ദ്വാരങ്ങൾ. ഇത് പ്രധാന ദ്വാരങ്ങളായിട്ട് പറയുന്നതാണ്. ഉപദ്വാരങ്ങളായിട്ടൊക്കെ വേറെ ഉണ്ടാവും, അതിൻ്റെ കണക്കല്ല. അപ്പോൾ നമ്മുടെ വായ്ക്കകത്തേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ശ്വാസവുമായി ബന്ധപ്പെട്ട, ശ്വസനനാളവുമായി ബന്ധപ്പെട്ട വഴികളൊക്കെ ഉണ്ട്. നാസികയിലുണ്ട് അതുപോലെ. അതാണ് ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വല്ലാതെ എന്താ പറയുക, തുമ്മലൊക്കെ വരുമ്പോൾ കഴിച്ച വറ്റൊക്കെ മൂക്ക് കൂടെ പുറത്തേക്ക് വരും. ഇവിടെ പറയുമ്പോൾ സാമാന്യമായിട്ട് പറയും. എന്തൊക്കെയാണ്? 7 ദ്വാരങ്ങൾ, 2 കണ്ണ്, 2 മൂക്ക്, 2 ചെവി, 1 വായ, 7 ആയില്ലേ? പിന്നെ മലമൂത്ര വിസർജനാദികളുടെ 2 ദ്വാരങ്ങൾ. ഇങ്ങനെ 9 ദ്വാരങ്ങളുള്ള പുരത്തിലാണ് നമ്മൾ വസിക്കുന്നത്.
ഈ 9 ദ്വാരങ്ങൾക്കും ഓരോരോ ആളുകളുണ്ട്, കാവൽഭടന്മാർ. അവരവരുടെ ലോകങ്ങളിലേക്ക് കൊണ്ടുപോയി കാണിക്കുന്ന കാഴ്ചകളെക്കുറിച്ചൊക്കെ എന്തൊരു ഗംഭീര വിഷ്വലൈസേഷനാണെന്നറിയോ. അതിഗംഭീരമായിട്ടാണ് പറയുന്നത്. ഭയങ്കര രസമാണ്. എന്തായാലും നമ്മളിപ്പോഴും അതിലേക്ക് മുതിരുന്നില്ല. നമുക്ക് വേറൊരു അവസരത്തിൽ അത് പ്രത്യേകം പറയാം, പുരഞ്ജനോപാഖ്യാനം. അപ്പോൾ അതിൽ ഇപ്പോൾ പറയാ, നവദ്വാരേ പുരേ ദേഹി ന ഏവ കുർവൻ നൈവ കുർവൻ, ഒന്നും ചെയ്യാത്തവൻ, ന കാരയൻ, ഒന്നും ചെയ്യിക്കാത്തവനുമായി സുഖം ആസ്തേ, സുഖമായി അവൻ അങ്ങനെ ഇരിക്കുന്നു. ഈ ശ്രീകൃഷ്ണാവതാരം എന്ന് പറയുന്ന ശ്രീമദ് ഭാഗവതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൃഷ്ണാവതാരം. ഈ ഭാഗവത സപ്താഹം നടക്കുമ്പോൾ നമ്മളിതിനെ ആരെയും വിമർശിക്കാനോ എതിർക്കാനോ പരിഹസിക്കാനോ വേണ്ടി പറയുന്നതല്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, കൃഷ്ണാവതാരം വായനയാണ്. ഇന്നാണ് കൃഷ്ണൻ അവതരിക്കുന്നത് എന്ന് ഭാഗവത സപ്താഹത്തിലെ ആ കൃഷ്ണാവതാരത്തിൻ്റെ ദിവസം എല്ലാവരും ഭയങ്കര ഉത്സാഹമാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സദ്യ കേമായിരിക്കും, പായസം ഉണ്ടാവും, കൃഷ്ണന് പ്രിയപ്പെട്ട പാൽപ്പായസം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വഴിപാടുകൾ അത് ഇതൊക്കെ ഉണ്ടാവും. ഈ വായനയുടെ ആ കൃഷ്ണാവതാരം കൊണ്ട് വായിക്കാൻ പോകുമ്പോൾ ശംഖുവിളി, കർപ്പൂരം കത്തിച്ച് ഭയങ്കര ആരതി. അപ്പോഴേക്കും അവിടെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, മന്ത്രജപങ്ങളെ കൊണ്ടൊക്കെ അങ്ങനെ മുഖരിതമായി ഭയങ്കര ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കൃഷ്ണൻ അങ്ങോട്ട് അവതരിച്ചു. പിന്നൊരു വായനയാണ്. ആ വായന അങ്ങോട്ട് തീർത്ത് അത് കഴിഞ്ഞു പ്രസാദ വിതരണം ഇത്യാദി കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. എന്താണ് ആ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്? അതിനെ ഒന്ന് മനനം ചെയ്യാൻ, അതായത് ബാഹ്യമായ കുറേ ആചാരങ്ങൾ, ഈ പറഞ്ഞ കർപ്പൂരം കത്തിച്ച് ശംഖ് വിളിച്ച് കൂട്ടത്തോടുകൂടി നാമം ജപിച്ച്, ഇതൊക്കെ വേണ്ടതാണോ എന്ന് ചോദിച്ചാൽ വേണ്ടതാണ്. പക്ഷെ ഇത് മാത്രം മതിയോ? അതാണ് ചോദ്യം. ഇത് മാത്രം മതിയോ? പോരാ. മറ്റേത് ഇങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും ഭാഗവതത്തിൽ ആ ഭാഗമുണ്ട്, എന്താണ് സത്യവ്രതം സത്യപരം ത്രിസത്യം എന്ന് പറയുമ്പോഴേക്കും ശംഖുവിളിയായി. പിന്നെ ഹരേ രാമ എന്ന് അത് നാരായണ 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 ഉച്ചത്തിലുള്ള വിളിയാണ്. അപ്പോൾ ഈ ദശമത്തിൽ ഈ 26-ാമത്തെ ശ്ലോകത്തിലാണ് സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഹൃദസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ. തൊട്ടടുത്ത ശ്ലോകം. ആ സത്യസ്യ സത്യം എന്ന് പറയുമ്പോൾ തന്നെ അതെന്താന്ന് മനസ്സിലാക്കണം. തൊട്ടടുത്ത ശ്ലോകം എന്താ പറയണത്? ഏകായനൗസൗ ദ്വിബലസ്ത്രിമൂല ചതുരസ പഞ്ചവിധ ഷഡാത്മാ സപ്തത്വകഷ്ടവിടഭോ നവാക്ഷോ ദശച്ഛധി ദ്വിഗഘോഹ്യാദിവൃക്ഷ. അങ്ങൊരു വലിയ വൃക്ഷമാകുന്നു ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ സമയത്ത് പറയുന്ന ശ്ലോകമാണ് നമ്മളോട് പറയുന്നത്. നിങ്ങൾ ഈ ഭാഗവതം കേൾക്കാൻ പോയിട്ട് ഇത് കേൾക്കാറുണ്ടോ? അറിയില്ല നമുക്ക്. കാരണം അവിടെ ആചാര്യന് അതൊന്നും അപ്പോഴേക്കും ഈ ഒരു ബഹളമാണ്. മൂപ്പരും പിന്നെ അതിൻ്റെ കൂട്ടത്തിലാകൊണ്ട് ഉഷാറാക്കും. എന്താ പറയണത്? ഏകായനം. എങ്ങനെയുള്ള വൃക്ഷം? ഹി ആദിവൃക്ഷ, ഒരു വൃക്ഷമാകുന്നു. എന്താണ്? ഏകായനോസൗ,
അസൗ ഏകായന, ഒറ്റ ആശ്രയം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കാര്യങ്ങളെ പറയുന്നുണ്ട്. ഈ വൃക്ഷത്തെ അങ്ങോട്ട് അവതരിപ്പിച്ചിരിക്കുക. പിന്നെയോ ദ്വിഫല, 2 പഴങ്ങളുണ്ട് ഈ വൃക്ഷത്തിൽ. ഈ വൃക്ഷത്തിൽ 2 പഴമേ ഉള്ളൂ. ദ്വിഫല, ത്രിമൂല, 3 വേരുകളാണ്. ഒരാശ്രയം, 2 പഴം, 3 വേര്, ത്രിമൂല. ചതുരസ, 4 ടൈപ്പ് രസങ്ങളുണ്ട് ഈ വൃക്ഷത്തിൽ. 4 രസമുണ്ട്. പിന്നെയോ പഞ്ചവിധ, ഇത് 5 പ്രകാരത്തിലാണ്. ഷഡാത്മാ, 6 സ്വഭാവത്തോട് കൂടിയിട്ടുള്ളതാണ്. ഷഡാത്മാ. സപ്തത്വക്, 7 തൊലികളുണ്ട്, 7 ലെയർ തൊലിയുണ്ട്. സപ്തത്വക്. അഷ്ടവിടപ, അഷ്ടവിടപോ, 8 കൊമ്പുകളുണ്ട്. പിന്നെയോ അഷ്ടവിടപോ. നവാക്ഷോ, 9 ദ്വാരങ്ങളുണ്ട്. ദശച്ഛതി, 10 ഇലകളുണ്ട്. ദ്വിഖോ, 2 പക്ഷികളുമുണ്ട്. ഇങ്ങനെയുള്ള ഹി ആദിവൃക്ഷ, ഒരു വലിയ വൃക്ഷമാകും. അപ്പം എന്തൊക്കെയാണ്? ഒരാശ്രയം, 2 പഴം, 3 വേര്, 4 രസം, 5 പ്രകാരത്തിൽ, 6 സ്വഭാവത്തോട് കൂടിയിട്ടുള്ളത്, 7 തൊലികൾ, 8 കൊമ്പ്, 9 പൊത്ത്, 10 ഇല, 2 കിളി, 11 ഐറ്റം ഉണ്ട്. എന്താണ് ഈ സാധനം? ഏകാശ്രയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാശ്രയം. ബ്രഹ്മമാകുന്നതാണ് ഈ ആശ്രയം എന്ന് പറയുന്നത്. എന്താണ്? 2 പഴങ്ങൾ. ദ്വിഫല എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും, വിപരീതങ്ങളാണ്. ദ്വിഫല. 3 വേരുകളാണ്. എന്താ ഈ 3 വേരുകൾ? 3 ഗുണങ്ങളാണ്. സത്വം, രജസ്, തമസ്. ഇതാണ് ഈ 3 വേരുകൾ. 4 രസങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? 4 പുരുഷാർത്ഥങ്ങളാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ചതുർവിധ പുരുഷാർത്ഥങ്ങളെയാണ് 4 രസങ്ങളായിട്ട് പറഞ്ഞു. ചതുരസ. പിന്നെയോ പഞ്ചവിധ, 5 പ്രകാരത്തിൽ ഇതിനെ അറിയണം. അതിനെന്താണ്? പഞ്ചേന്ദ്രിയങ്ങളാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. പിന്നെയോ അഷ്ടവിടപ, ഇതിന് 6 സ്വഭാവമുണ്ട്. എന്താ 6 സ്വഭാവം? അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരീണമതേ, അഭക്ഷ്യതേ, വിനശ്യതി. ഉണ്ടായി, വളർന്ന്, വികസിച്ച്, പെരുകി, ക്ഷയിച്ച്, നശിക്കുന്നത്. ഷഡ്വികാരത്തിന് വിധേയമായിട്ടുള്ളത്. അതാണ് 6 സ്വഭാവം. 7 തൊലികളാണ്. എന്താ ഈ 7 തൊലി? സപ്തധാതുക്കളാണ്. ത്വങ്, മാംസ, രുതിര, മേധോ, മജ്ജ, അസ്ഥി, സങ്കുലം. അതാണ് സപ്തധാതുക്കൾ. 7 ധാതുക്കൾ. ത്വങ്, മാംസ, രുതിര, സ്നായു, മേധോ, മജ്ജ, അസ്ഥി. അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള മലവും മൂത്രവും ഉണ്ട്. അതിവിടെ പറയുന്നില്ല എന്നേ ഉള്ളൂ. സപ്തധാതുക്കൾ. 8 കൊമ്പുകളുണ്ട്. അതെന്തൊക്കെയാണ്?
അഷ്ടപ്രകൃതിയാണ്, പഞ്ചമഹാഭൂതങ്ങൾ: ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. പിന്നെയോ മനസ്സ്, ബുദ്ധി, അഹമെന്ന അഹങ്കാരം. ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരം ഇതീയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടധ. 8 പ്രകൃതി. 9 എന്താണ്? 9 ദ്വാരങ്ങൾ: കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്. ഇവിടെ നേരത്തെ പറഞ്ഞ നവദ്വാരേ പുരേ ദേഹി. 10 ഇലകൾ ദശപ്രാണന്മാരാണ്. ആരൊക്കെയാണ് അവർ? പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. പിന്നെയോ നാഗൻ, കൂർമൻ, കൃകൻ, ദേവദത്തൻ, ധനഞ്ജയൻ. ഇതാണ് ഉപപ്രാണന്മാർ. ഇവർ 10 പ്രാണന്മാരാണ്. പിന്നെ 2 പക്ഷികൾ. അതാരാണ്? ഒന്ന് ജീവാത്മാവും മറ്റത് പരമാത്മാവും. ഇതിലെ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയതാണ് ആര്? രാമായണം. കാമമോഹിതം, കാമമോഹിതനായിട്ടുള്ള ആ കിളിയിലെ ഒന്നിനെ എന്ത് ചെയ്തു? വേടൻ അമ്പെയ്തു. മനോഹരമായിട്ടുള്ള കഥയാണ്. അതിലാ ഇത് പിടികിട്ടിയാലേ അതും പിടികിട്ടുള്ളൂ. അപ്പം ഈ കിളി മറ്റൊരു ഉപനിഷത്തിൽ പറയും, ദ്വാസുപർണ സയുജ സകായ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യ പിപ്പലം സാദ്വത്തി അന്യ അഭിജാകശീതി. ഒരുത്തനൊന്നും കഴിക്കാതെ മിണ്ടാതിരിക്കുക, മറ്റവൻ ഈ സകല കൊമ്പുകളിലും പോയിട്ട് പഴം കഴിക്കാൻ ശ്രമിക്കുക. ജീവാത്മാവായിട്ടുള്ള ആ മനസ്സ് ഒരു കിളിയാണ്. അവൻ ഈ സകല ഇടത്ത് പോയിട്ട് ഇങ്ങനെ ശാപ്പിടാൻ ശ്രമിക്കും. മറ്റവനോ ഇവനെയും നോക്കി ഇങ്ങനെ ഇരിക്കും. ഇവൻ എന്തൊക്കെ ഇടാകൂടങ്ങളാണ് ചെയ്യുന്നത്, സാക്ഷി. അങ്ങനെയുള്ളൊരു മഹാവൃക്ഷമാകുന്നു അങ്ങ്. നമ്മളുടെ ഒരു ചിത്രമാണിത്. ഇങ്ങനെ പല രൂപത്തിൽ ഈ ശാസ്ത്രത്തെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നവദ്വാരേ പുരേതേ. എന്നിട്ടോ നൈവ കുറുവന് നൈവകാരൻ. ആരാണ് അത്? ആ ഒരു കിളിയാണത്. മറ്റേ കിളി ഇങ്ങനെ കറങ്ങി നടക്കും. അവനെയും കൂടെ ഈ 2 കിളികളെ ഒന്നാക്കും. തുടർന്ന് വരുന്നുണ്ട് നല്ല നല്ല മനോഹരമായ ഭാഗങ്ങൾ. നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.